USS എബ്രഹാം ലിങ്കൺ അഥവാ CVN-72 അമേരിക്കൻ നേവി പടയുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ കാരിയർ. 1,00,000 ടൺ ഭാരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്ന്. ദക്ഷിണ ചൈന കടലിൽ നിന്ന് 4500 നോട്ടിക്കൽ മൈലുകൾ സഞ്ചരിച്ച് ഹോർമൂസ് കടലിടുക്കും കടന്ന് മിഡിൽ ഈസ്റ്റിലേക്കാണ് ഈ കപ്പലിന്റെ വരവ്. ഒപ്പം ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും F-35 ജെറ്റുകളും കോമ്പാക്ട് എയർക്രാഫ്റ്റുകളും 7000 മുതൽ 8000 സൈനികരും നാവികരും അടങ്ങുന്ന സമ്പൂർണ്ണ സ്ട്രൈക്ക് ഗ്രൂപ്പുമുണ്ട്. ലക്ഷ്യം ഖമനൈ. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ US നേവൽ അർമാഡ ഗൾഫ് മേഖലയിലേക്ക് നീങ്ങുന്നതായി ഡൊണാൾഡ് ട്രംപ് സമ്മതിക്കുന്നുണ്ട്. വി ആർ വാച്ചിങ് ഇറാൻ എന്നാണ് മുന്നറിയിപ്പ്. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? അമേരിക്ക ഒരിലയനക്കിയാൽ ഖമനൈ വെറുതെയിരിക്കുമോ? We have a lot of ships going that direction, just in case. We have a big flotilla going in that direction. ഇറാനെതിരെ വലിയൊരു കപ്പൽ പട നീങ്ങുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടാകരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിലും ഞങ്ങൾ അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ധാരാളം കപ്പലുകൾ ആ ദിശയിലേക്ക് പോകുന്നുണ്ട്. ഒരുപക്ഷെ അത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കാം. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നിന്ന് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ എയർഫോഴ്സ് 1-ൽ നിന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം. ആണവ പദ്ധതികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ നീക്കവും ആഭ്യന്തര പ്രക്ഷോഭങ്ങളും കണക്കിലെടുത്ത് ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കുന്നുണ്ട്. ആണവ പദ്ധതി പുനരാരംഭിച്ചാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് US പ്രസിഡന്റ് ആവർത്തിക്കുന്നത്. 2025 ജൂണിൽ ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണം ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ്. തന്റെ ഭീഷണി ഭയന്നാണ് ഇറാൻ 840ഓളം പ്രതിഷേധക്കാരുടെ വധശിക്ഷകൾ താൽക്കാലികമായി മരവിപ്പിച്ചതെന്ന അവകാശവാദവും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. അവരെ തൂക്കിലേറ്റിയാൽ നിങ്ങൾ ഇതുവരെ നേരിട്ടതിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. വധശിക്ഷ റദ്ദാക്കിയത് നല്ല സൂചനയെന്നാണ് ട്രംപിന്റെ കമന്റ്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്നും ട്രംപ് പറയുന്നുണ്ട്. ഖമനൈ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചവർക്കെതിരെയായിരുന്നു വധശിക്ഷ വിധിച്ചിരുന്നത്. എന്നാൽ വധശിക്ഷ നടപ്പാക്കിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് ഇറാൻ ഭരണകൂടത്തെ നേരിട്ടറിയിച്ചതായാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത്. വധശിക്ഷ നിർത്തിവെച്ചതിന് പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കങ്ങൾക്ക് സാധ്യത കുറവാണെന്ന് ട്രംപ് നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. യുദ്ധഭീഷണിയിൽ നിന്ന് ട്രംപ് പിന്മാറിയതിന്റെ കാരണം ഇറാന്റെ സൈനിക ശക്തിയാണെന്ന വിലയിരുത്തലുകളും വന്നിരുന്നു. അതിനിടയിലാണ് വീണ്ടും കപ്പൽ വ്യൂഹം ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പെത്തുന്നത്. US നേവിയുടെ നിമിറ്റ്സ് ക്ലാസ് സൂപ്പർ കാരിയർ USS എബ്രഹാം ലിങ്കൺ അഥവാ CVN-72 സ്ട്രൈക്ക് ഗ്രൂപ്പും ദക്ഷിണ ചൈന കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടതായി പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് മേഖലയിൽ സൈനിക തയ്യാറെടുപ്പുകൾ തുടരുന്നതായി ട്രംപിന്റെ സ്ഥിരീകരണം വരുന്നത്. ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ തങ്ങൾ സജ്ജമെന്ന് തെളിയിക്കാനാണ് ഈ സൈനിക വിന്യാസത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനെതിരെ നിർണായകമായ സൈനിക നീക്കങ്ങൾക്ക് ട്രംപ് തന്റെ ഉപദേഷ്ടാക്കളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയാണെന്ന് ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിന്റെയും F-15E സ്ട്രൈക്ക് ഈഗിൾ സ്ക്വാഡ്രണുകളുടെയും വരവോടെ പശ്ചിമേഷ്യയിലെ US സൈനിക വിന്യാസം ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കഴിഞ്ഞ ദിവസം മലാക്ക കടലിടുക്കിലൂടെ കടന്നുപോയ USS എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് കാരിയർ പടിഞ്ഞാറ് ദിശയിൽ പേർഷ്യൻ ഗൾഫിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് മാരിടൈം ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ വ്യക്തമാക്കിയിരുന്നു. കാരിയർ അതിന്റെ ട്രാൻസ്പോണ്ടർ ഓഫാക്കി ഇപ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കുകയാണെന്നാണ് marinetraffic.com ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടയിൽ വെർജീനിയയിലെ നോർഫോക്കിൽ നിന്ന് USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പലും മേഖലയിലേക്ക് പുറപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. UK-യിലുള്ള ലേക്കൻ ഹീത്ത് വ്യോമതാവളത്തിൽ നിന്ന് KC-135 സ്ട്രാറ്റോ ടാങ്കർ ജെറ്റുകൾക്കൊപ്പം F-15E സ്ട്രൈക്ക് ഈഗിൾസിനെയും US വിന്യസിക്കുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ട ക്രൂയിസ് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചവയാണ് F-15E സ്ട്രൈക്ക് ഈഗിൾ. അതുകൊണ്ടുതന്നെ മിഡിൽ ഈസ്റ്റിൽ അവയുടെ സാന്നിധ്യം പ്രാധാന്യമർഹിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഒരു ബേസിൽ F-15 ഇറങ്ങിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. F-15ന്റെ സാന്നിധ്യം യുദ്ധസന്നദ്ധത വർദ്ധിപ്പിക്കുകയും പ്രാദേശിക സുരക്ഷയും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് സെൻട്രൽ കമാൻഡ് എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയത്. മിഡിൽ ഈസ്റ്റിലുടനീളം അമേരിക്കൻ സൈനിക താവളങ്ങളുടെ വിപുലമായ ശൃംഖലയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളമാണ്. ഇതാണ് US സെൻട്രൽ കമാൻഡിന്റെ ഫോർവേഡ് ഹെഡ്ക്വാർട്ടേഴ്സ്. 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം ബഹ്റൈനിലാണ്.
UAE-യിലെ അൽ ദഫ്ര വ്യോമതാവളത്തിൽ ഏറ്റവും നൂതനമായ ചില US യുദ്ധവിമാനങ്ങളുമുണ്ട്. ജോർദാൻ, സൗദി അറേബ്യ, ഇറാഖ്, തുർക്കി എന്നിവിടങ്ങളിൽ സൈനിക താവളങ്ങളുമുണ്ട്. US ആക്രമണമുണ്ടായാൽ ഇറാന്റെ തിരിച്ചടി ഈ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാകാം എന്നാണ് വിലയിരുത്തൽ. ഇനിയൊരു ആക്രമണമുണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ മടിക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ സായുധ സേന യാതൊരു സംയമനവും പാലിക്കില്ല. ഒരു യുദ്ധമുണ്ടായാൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും പശ്ചിമേഷ്യയിലുടനീളം വ്യാപിക്കുന്നതുമായിരിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നൽകുന്ന മുന്നറിയിപ്പ്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയ്ക്കെതിരായ ഏതൊരാക്രമണവും യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വ്യക്തമാക്കിയിരുന്നു. ഖമനേയെ വധിക്കാനോ സ്ഥാനത്ത് നിന്ന് നീക്കാനോ ട്രംപ് കരുക്കൾ നീക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു മുന്നറിയിപ്പ് വന്നത്. രാജ്യത്തെ മഹാനായ നേതാവിനെതിരായ ആക്രമണം ഇറാനിയൻ രാഷ്ട്രവുമായുള്ള പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് തുല്യമാണെന്നാണ് മസൂദ് പെസഷ്കിയാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇറാൻ ജനതയുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പരിമിതികളുമുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കൻ സർക്കാരും സഖ്യകക്ഷികളും നിലനിർത്തുന്ന ശത്രുതയും മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുമ്പോൾ പിന്തുണയുമായി എത്തിയ ട്രംപ് പ്രതിഷേധം തുടരാനും രാജ്യത്തെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനും ആവശ്യപ്പെട്ടിരുന്നു. സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. എന്തുതന്നെയായാലും മേഖലയിലെ ഏത് ചെറിയ നീക്കവും അതീവ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്.